ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഹായ്. ഇന്നൊരു സ്പെഷ്യൽ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഗസ്റ്റാണ്. അപ്പം ഇന്ന് നമ്മുടെ വൈശികയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ആഘോഷമൊന്നുമില്ല. ഇവരിവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വൈശികയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇടിയപ്പം സ്പെഷ്യലിസ്റ്റ് ഒരാളെ ഇട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇവിടെ ആകെ ഒരു വട്ടം കണ്ട് ഇടിയപ്പം ഉണ്ടാക്കുക, അട്ട ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇടിയപ്പം സ്പെഷ്യലിസ്റ്റ്. ഇന്ന് വൈശികയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് വൈശികയുടെ കുഞ്ഞാച്ചിയാണ് കേട്ടോ. എച്ചിയല്ല, കുഞ്ഞാച്ചി. അപ്പോൾ വൈശികയും ഏട്ടനും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അവർ റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമുക്കിനി അവരെ പറഞ്ഞു വിടാം. ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനെ കൊണ്ടാണോ നിങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കിപ്പിക്കുന്നത്? ഞാനങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനങ്ങളൊക്കെ ഇവർ വരുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കുക. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അമ്മ വരുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കിക്കാറ്. ദേവ് ഫോട്ടോ എടുക്കാറ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ടാറ്റാ. ഉറക്കം വരുന്നു രാവിലെ ഉണ്ടായി. ടാറ്റാ. ചിരി കണ്ടോ? ടാറ്റാ ഉമ്മ. എടുത്ത് തിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. തിന്നടോ. മുമ്പോറ്റി പോയിട്ട് എന്താ പറഞ്ഞ്? മുമ്പോറ്റി പോയിട്ട് എന്താ പറഞ്ഞ്? ഇടിയപ്പം തിന്നാന്നോ? ഇടിയപ്പം അടങ്ങിയിരി. അയ്യേ. അപ്പോൾ വൈശികയുടെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ നമ്മൾ അയിലയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അയില വറക്കാനും കറി വെക്കാനും കൂടിയാണ് വാങ്ങിച്ചത്. ബർത്ത്ഡേ ആയിട്ടൊന്നുമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് മീൻ വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവരും ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കേണ്ടത്, അതുകൊണ്ട് മീൻ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മ ഇപ്പോഴാണ് വന്നത്. അമ്മ മീൻ വെട്ടി തീരാറായപ്പോഴാണ് അമ്മ വന്നത്. അമ്മ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾ വെട്ടി, അമ്മ കറിയൊക്കെ വെച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ ഫ്രീ ആയിട്ട് ഇരുന്നത്. ഇതുപോലെ ഇവരൊക്കെ വരുന്ന സമയത്താണല്ലോ ഞാൻ ഫ്രീ ആവുന്നത്. നമ്മുടെ പരിപ്പുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഇങ്ങനെ അവിയലും സാമ്പാറും പരിപ്പും പപ്പടവും മീൻ വറുത്തതൊക്കെ കൊട്ടിട്ട് വൈശിക ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഈ എന്ത് വിലക്കകത്തിരിക്കുന്ന മുട്ട സാധനം.
ബർത്ത്ഡേക്കാരി ചോറ് തന്നെയാണോ ഇത് കഴിച്ചു കൊച്ചിന് മാറി കൊടുക്കും മാ തുറന്നേ ചേച്ചിയോള് തരുന്ന മാ തുറക്ക് ആ ഇങ്ങോട്ടൊക്കെ സൂപ്പറാന്ന് പറ സൂപ്പറാന്ന് ഇഷ്ടപ്പെട്ടോ ഉടുപ്പ് അമ്മ കൊണ്ട് തന്ന ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ല ഇങ്ങോട്ട് വാടേ ഇവിടെ മത്സരമൊന്നുമില്ല ആ നമുക്ക് ലാസ്റ്റ് ഡേ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം നടത്തിയാലോ ഏട്ടാ ഒരു ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം അമ്മയ്ക്ക് അമ്മ ശ്വാസം പോകുന്നതല്ലാതെ ഇവിടെ എന്തോ ഒരു പെണ്ണ് തിന്നുന്ന ബർത്ത്ഡേ കാരി ബർത്ത്ഡേ കാരി എന്തോ തിന്നുന്ന നിങ്ങൾ ആരെങ്കിലും ഒന്ന് വീർപ്പിക്കുവോ കൊറേ നേരം കൂടി ഏട്ടൊരു 5-6 കണ്ട് വീർപ്പിച്ചു ഓ എന്റെ അമ്മ എന്ത് അമ്മ കാണിക്കുന്നു പൈസക്ക് ഇപ്പൊ വീർപ്പിക്കണം അവൾ ഊതിക്കൊണ്ടിരിക്കുക നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടേ പായസം കഴിക്കുള്ളൂ കേട്ടോ. സൂപ്പർ പായസം. ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. ഇത് വൈശുവിനുള്ള ചായ. വൈശു കേക്ക് കഴിക്കാൻ പോയിട്ട് വന്നതാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെ. അന്നേരം അതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല. ഇനി അവൾക്ക് ചായ കൊടുക്കണം. അതിൻ്റെ നമ്മുടെ കേക്ക്. ഇത് കേക്ക് വേണ്ടി നല്ലേ സാധാരണ ഒന്നും കേക്ക് വേണ്ടി എന്നാണല്ലോ വിളിക്കുന്നത്. ഏട്ടാ കേക്ക് എവിടെ നിന്ന് വാങ്ങിച്ചേ? കടയെന്നോ? കേക്ക് ഒരു കടയിൽ നിന്ന് മേടിച്ചു തന്നു കേട്ടോ.
ഹാപ്പി ബർത്ത്ഡേ ടു ആദ്യം അവിടെ നിൽക്കുന്നവർ രണ്ടും കൊടുത്തിട്ട് പിന്നെ അമ്മമ്മ കൊടുത്തിട്ട് ആരുടെയും കേക്ക് എനിക്ക് വേണ്ട. ഗീതു ഒന്നുകൂടെ വെച്ചു കൊടുക്കടി. വൈഷ്ണവ വായിക്കാൻ അവിടെ പോയി. ഹാപ്പി ബർത്ത്ഡേ ആണോ? കയ്യെന്ന് തുടച്ചേ. ഓരോരുത്തർക്കൊക്കെ അടങ്ങിയിരിക്കാൻ അറിയാവോ? ഇങ്ങനെ പറഞ്ഞേ ഒന്ന് പറയുമോ? വൈഷിയുടെ ബർത്ത്ഡേ ആണോ? അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.